നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓഹരി കൈമാറ്റം നടത്തിയതിൽ ക്രമക്കേടുണ്ട് എന്ന് ആരോപിച്ച് ഇപ്പോൾ ഇ.ഡി. നമ്മുടെ പഴയ UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിക്കും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അവരുടെ മകനുമായ രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് സർ ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ ഒരു ജാതകം, അതെങ്ങനെയാണ് ഈ സോണിയയ്ക്കും മകനും അതിനകത്ത് കൈകടത്താൻ സാധിച്ചത്? എന്താണ് അതിൻ്റെ ഒരു ചരിത്രം? അതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണെന്നല്ലേ അവർ പറയുന്നത്. അതായത് മോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു ED അന്വേഷണത്തിൽ ഇവരുടെ മരുമകനും അതൊരു ഭൂമി ഇടപാടിൽ അപ്പോൾ അത് മൈനോറിറ്റികളെ ഉപദ്രവിക്കുന്നതാണ്. അപ്പോൾ അതെന്ത് രീതിയിൽ പറഞ്ഞെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസ്സുകാരെല്ലാവരും പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ വെൻഡറ്റയാണെന്നാണ്, രാഷ്ട്രീയപരമായിട്ട്. എന്നാൽ BJPക്കാരൊന്നും ഒന്നും പറയുന്നുമില്ല. സുബ്രഹ്മണ്യം സ്വാമി മാത്രമേ ഉള്ളൂ ഇതിനെപ്പറ്റി വളരെ സ്ട്രോങ് ആയിട്ടും വോക്കലായിട്ടും. 2014 അദ്ദേഹം കേസ് കൊടുക്കുന്നത്. അതെ. അപ്പോൾ വളരെ ശക്തമായിട്ട് ഇതിനു വേണ്ടി ഒരു കേസ് കൊടുക്കുകയും അതിനെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തത് ശരിക്കും ഒരു ഒറ്റയാൾ പോരാ. അതെ. അപ്പം വേറെ ആരും എനിക്ക് തോന്നുന്നില്ല ഇതിനെപ്പറ്റി പറയുന്നുണ്ട് എന്നുള്ളതിന്. ഒരുപക്ഷെ ഇതിനെപ്പറ്റി ഒരു വിവാദമാക്കി അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചു ആകാം. പക്ഷെ എന്തായാലും നമ്മുടെ ഒരു ബ്രിട്ടീഷ് ലെഗസിയായ ഈ ജസ്റ്റിസ് സിസ്റ്റത്തിന് അതിൻ്റേതായ സമയമെടുക്കുകയും അല്ലെങ്കിൽ സമയം എടുപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നൊരു പ്രക്രിയ ആയതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു 11 വർഷമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ഇത് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന കോളനികളായിരുന്ന മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഇത് നടക്കുള്ളൂ. ഇത് ഇത്രയും ബ്ലേറ്റൻ്റ് ആണ് എന്ന് കോടതികൾ പോലും ഒരു പ്രഥമ ദൃഷ്ടിയ സമ്മതിച്ചു. അല്ലെങ്കിൽ കാരണം ഇത്രയും ഒരു ടോൾ ലീഡേഴ്സിന് എഗൻസ്റ്റായിട്ട് പറയുന്നത് അത്ര ഈസിയല്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇപ്പോൾ വളരെ ഈ നാഷണൽ ലെവലിലുള്ള വലിയ ലീഡർഷിപ്പിലുള്ള ആളുകൾ, ഒരു ലെഗസി ക്ലെയിം ചെയ്യുന്ന ആളുകൾ, അതായത് സ്വാതന്ത്ര്യ സമരം പോലും അവർ നടത്തിയതാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന ആളുകൾ അവരാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗവും കൂടെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു കാലവും കൂടെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് സപ്പോർട്ടില്ലാതെ അല്ല, ഈ കുറച്ച് പേര് മാത്രമല്ല, അത് അങ്ങനെ അല്ല എന്നോ അല്ലെങ്കിൽ അതിനൊരു ചലഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഒരാളില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജനറലി ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു വിഭാഗത്തിലെങ്കിലും ആളുകൾ നിലനിൽക്കുന്ന ഒരു കുടുംബത്തിന് എഗൻസ്റ്റായിട്ട് ഇതുപോലെ ഒരു ഒറ്റയാൾ പട്ടാളം വന്ന് വളരെ ശക്തമായ അല്ലെങ്കിൽ വളരെ ക്രെഡിബിളായ രീതിയിൽ, അതായത് ഒട്ടും മോശക്കാരനായ മനുഷ്യനല്ല, വെറും പൊളിറ്റീഷ്യനല്ല, അദ്ദേഹം ഒരു എക്കണോമിസ്റ്റാണ്, ഹാർവർഡ് പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർ അദ്ദേഹം. അങ്ങനെ ഒരുപാട് വലിയ ഇൻ്റലക്ച്വൽ അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യനും കൂടെയാണ്. നിയമത്തിനെ പറ്റി വളരെ അധികം പ്രാവീണ്യമുള്ള ആളാണ്. അതെ. അപ്പം അങ്ങനെ ഒരാൾ ഒരു ഒറ്റയ്ക്കൊരു സാധനം ചെയ്യുമ്പോൾ അതിനകത്തൊന്നുമില്ല എന്ന് പറയാൻ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, ഒരു അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ടാക്കുകയും അതിന് ഈ ജവഹർലാൽ നെഹ്റു, PD ടണ്ടൻ, അതുപോലെ ഈ മാർക്കണ്ഡേയ കാജുവിൻ്റെ അച്ഛനായ കൈലാസ് നാഥ് കാജു, ഇങ്ങനെയൊക്കെയുള്ള ആളുകളും 5000 ഫ്രീഡം ഫൈറ്റേഴ്സും ചേർന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇത് 5000 പേരുടെ കയ്യിൽ നിന്നും പണം പിരിച്ച് ഒരു മാധ്യമം, അതായത് നാഷണലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂസ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പത്രമാധ്യമം ആണ് നാഷണൽ ഹെറാൾഡ്. ഇത് അന്നും ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഒരു ഐഡൻറ്റിഫൈഡ് ആയിരുന്നു നാഷണലിസത്തിനും മറ്റുമൊക്കെ ആ കാലത്ത്. അതിന് എഗൻസ്റ്റായിട്ട് പറയാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. അവരുടെ ഉള്ളുകളികളിൽ നമ്മൾ ചെന്ന് കയറുന്നത് ഈ അടുത്ത കാലത്താണ് അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നത്. പക്ഷേ ഒരു നാഷണലിസ്റ്റിക് വ്യൂ പോയിന്റ്, ഭാരതം എന്ന ആ ഒരു ആശയം അതിൻ്റെ ഒരു വളരെ ശക്തമായ ഇത് പ്രചരിപ്പിക്കുക
അങ്ങനെയാണ് 38 ഇത് തുടങ്ങുന്നത്. പക്ഷേ അന്ന് മുതൽ ഒരു കുടുംബത്തിൻ്റെ ആധിപത്യം എന്നുണ്ടായിരുന്നു. ഈ 5000 പേരെന്ന് പഠിക്കുമ്പോൾ ആരും ഒറ്റയ്ക്ക് ശക്തനല്ല. അപ്പം നാച്ചുറലി ഇത് നെഹ്റു എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഒരു കൺട്രോൾ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1946 മുതൽ 1950 വരെ അദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്നു ഇതിൻ്റെ തലപ്പത്ത്, നമ്മുടെ ഫിറോസ് ഖണ്ഡി. അദ്ദേഹത്തിൻ്റെ പേര് പറ്റിയുള്ള എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്ന ഫിറോസ് ഗാന്ധി ആയിരുന്നു ഇതിൻ്റെ തലപ്പത്തിരുന്നിരുന്നത്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ ലക്നൗവിൽ ആയിരുന്നു അതിൻ്റെ ഒരു ആസ്ഥാനം. പക്ഷേ അതിൻ്റെ ഒരു ജേർണലിസ്റ്റിക്കായിട്ട് വളരെയധികം ബെനിഫിറ്റൊക്കെ ഇതിനകത്ത് ഈ പത്രത്തിനുണ്ടായെങ്കിലും ഈ പത്രത്തിൽ പരസ്യമാണല്ലോ അതിൻ്റെ ഒരു നിലനിർത്തുന്ന ഒരു മുഖ്യമായ ഒരു ഇൻകം എന്ന് പറയുന്നത് ഈ പരസ്യമാണ്. അത് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഈ നെഹ്റുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബന്ധങ്ങളും മറ്റുമൊക്കെ വച്ചിട്ട് ഏതാണ്ട് 50 അത് അദ്ദേഹത്തിൻ്റെ നിന്ന് മാറി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇയേഴ്സ് ഒന്നും എനിക്കറിയില്ല, ഒരു റഫ്ലി ഒരു ഗസ് വർക്കിൽ ഞാൻ പറയുന്നതാണ്. ഈ ഇയേഴ്സ് ഏതാണ്ട് 4 വർഷം മറ്റുമാണ് അദ്ദേഹം ഇതിനകത്തിരുന്നിരുന്നത്. അവർ തമ്മിലുള്ള ബന്ധം, ഒരു അമ്മായിച്ചനും മരുമകനും തമ്മിലുള്ളൊരു ബന്ധം ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത് ഒരു പക്ഷേ അതിൽ അദ്ദേഹത്തിൻ്റെ നിന്ന് എടുത്തു മാറ്റാനും ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും ഇതൊരു സബ്സിക്വൻ്റ്ലി ഇത് കോൺഗ്രസ് മൗത്ത് പീസ്, അതിൻ്റെ ഒരു മുഖപത്രമായി മാറുകയായിരുന്നു ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ദിനപത്രം. കോൺഗ്രസ്സിന് എന്താ പറയാനുള്ളത്? ഇപ്പം നമ്മുടെ ജന്മഭൂമി പോലെയോ അല്ലെങ്കിൽ ഈ ദേശാഭിമാനി പോലെയോ ദീപിക പോലെയോ ജനയുഗം പോലെയൊക്കെ ഉള്ള ഒരു മൗത്ത് പീസ് പോലെ ആയിട്ട് ആണ് ഇത് നടന്നിരുന്നത്. അല്ലാതെ അതിൻ്റെ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിരുന്നത് ഒരു നാഷണലിസ്റ്റിക് വ്യൂ ഉള്ള ഒരു ന്യൂസ് പേപ്പർ എന്നുള്ളതിൽ നിന്ന് മാറി ഒരു കോൺഗ്രസിൻ്റെ മാത്രം ഒരു നാവായി മാറി. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു ഒരു പതനം വരുന്നത്. കാരണം ഒരു മുഖ്യധാരാ ദിനപത്രത്തിൽ നിന്നുള്ള ആ ഒരു സ്റ്റേച്ചറിൽ നിന്ന് മാറി ഒരു പത്രത്തിൻ്റെ മാത്രം, എന്നാലും അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഒരു വോയിസായിട്ട് മാറുമ്പോൾ നാച്ചുറലി എനിക്ക് തോന്നുന്നു ആ പത്രം ഒരു പക്ഷേ ഈ കോൺഗ്രസ് മെമ്പേഴ്സ് പോലും വാങ്ങിച്ചില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഡിക്ലൈൻ വന്നിട്ട് ഇവർക്ക് പക്ഷേ ഈ പറയുന്ന ഒരുപാട് ലാൻഡഡ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ ഒരുപാട് ഇവർ, കാരണം നാച്ചുറലി ഇപ്പോൾ ഏത് പഴയ ദിനപത്രങ്ങൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഇവരൊക്കെ ഒരു ബ്യൂറോ തുടങ്ങാനൊക്കെ അന്ന് ഈ സ്ഥലം വാങ്ങിക്കുകയും ഒക്കെ അത്ര ഇന്നത്തെ പോലെ വലിയ റിയൽ എസ്റ്റേറ്റ് ഒരു ഇതല്ല. അവരൊരു ആവശ്യത്തിന് സ്ഥലം ഇത് വില കുറവായിരുന്നിരിക്കാം. ഒരു ആവശ്യമായിട്ട് അതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന പത്രധർമ്മം അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് ഈ കാലം അത്രയും ആർക്കും ₹1 പോലും ഡിവിഡൻഡ് തിരിച്ചു കൊടുത്തിരുന്നില്ല. ഒരു ഡിവിഡൻഡ് ആയിട്ടോ ഷെയർ ഹോൾഡേഴ്സിനോ ഒരു പണം പോലും. അപ്പോൾ ഇവരിത് കോൺട്രിബ്യൂട്ട് ചെയ്തതും ഒരു ഡിവിഡൻഡ് കിട്ടാനോ മറ്റുമായിട്ടോ അല്ല, സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ഭാഗമായിട്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ 2008 ആയപ്പോഴത്തേക്ക് ഏതാണ്ട് ഇത് കംപ്ലീറ്റ്ലി ക്ലോസ് ഡൗൺ ആയി. 2008 പിന്നെ ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായി മാറുകയായിരുന്നു. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് മാറുമ്പോൾ ഏതാണ്ട് റെൻ്റൽ വാങ്ങിച്ച് ഈ പറയുന്ന അതിൻ്റെ കമ്പനികളുടെ വാടകയ്ക്ക് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു പരിപാടിയായി. അപ്പം എനിക്കൊന്നും മോത്തിലാൽ വോറ അദ്ദേഹമായിരുന്നു അതിൻ്റെ ചുമതലക്കാരൻ. അദ്ദേഹം ഈ ഫണ്ട് റൈസറും കൂടെ ആയിരുന്നു. അപ്പോൾ ഈ പണം കളക്ട് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു കമ്പനിയായി മാറി. അപ്പം എന്തിനാണത് തുടങ്ങിയത്? ആ തുടങ്ങിയതിനല്ലാത്ത ഒരു ഒബ്ജക്റ്റീവായിട്ട് ഈ കമ്പനി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് 90 ലക്ഷം രൂപയോളം കടം കൊടുത്തിരുന്നു ഈ കമ്പനിക്ക്. അപ്പോൾ ഇവിടെ പല ലീഗൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേറൊരു കമ്പനിക്ക് കടം കൊടുക്കാമോ? ഒരു പക്ഷേ ഇതൊരു വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ നിയമം പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും ഇൻകം ടാക്സ്, കാരണം മറ്റേത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയായിരുന്നു. ആ നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിക്ക് ടാക്സേഷൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്തിനാണ് വേറൊരു കമ്പനിക്ക്
കടം കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസ് പാർട്ടിയുടെ കടം ഇവരത് ഒരു പുതിയ കമ്പനി തുടങ്ങി, യങ് ഇന്ത്യൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി. സോണിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് അവർ ഇതിനകത്ത് ചെയ്ത് എന്താ പറഞ്ഞാൽ 38% വീതം സോണിയും രാഹുലും കയ്യിൽ വെച്ചു, ഓഹരി കയ്യിൽ വെച്ചു. അപ്പോൾ ഇതൊരു സെക്ഷൻ 8 കമ്പനിയാണെന്നാണ് അവർ പറയുന്നത്. സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത് പ്രോഫിറ്റിന് വേണ്ടി ഉണ്ടാക്കിയ കമ്പനി അല്ല, ഇതൊരു ചാരിറ്റി കമ്പനിയാണ്. പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നു കുറച്ച് കോൺഗ്രസ്സുകാർ മറ്റിരിക്കുന്നു, സാം പിട്രൂഡ, അങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ അനുസരിക്കുന്ന കുറച്ച് ആളുകളും കൂടി ഇതിനകത്തായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, എന്തിനാണ് 38 കൂടെ ചേരുമ്പോൾ 76%. 76% ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനോ ഒന്നും പാസ്സാക്കാൻ ഒക്കില്ല കമ്പനിയിൽ. അതുകൊണ്ടാണ് 26% ഗവൺമെൻറ് അക്വയർ ചെയ്ത് വയ്ക്കുന്നത് പല കമ്പനികളിൽ. അപ്പം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുക എന്നൊക്കെ ഉള്ളതിന് 75% മുകളിൽ വേണം. 76%. അതാണ് ഈ 76% ഇവർ കയ്യിൽ വെച്ചു. അപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും ഇവർ വിചാരിച്ചാൽ ഈ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിൽ നടത്തിയെടുക്കാൻ ഒക്കും. അപ്പോൾ ആ 76% അമ്മയും മകനും കൂടെ വച്ചിട്ട് ബാക്കിയുള്ളത് ചില ആളുകൾക്ക് കൊടുത്തു. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ അങ്ങനെ ഒരു പുതിയ കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞ് 90 ലക്ഷം രൂപ ഒരു ലയബിലിറ്റി ഉള്ളത് അത് ഈ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കാനുള്ള പണം ഞങ്ങൾക്ക് തരണ്ട, അത് യങ് ഇന്ത്യൻസിന് കൊടുത്താൽ മതി. ഈ യങ് ഇന്ത്യൻസ് ഈ 90 lakhs വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവരിതിനെ കമ്പനിയുടെ ഓഹരിയായി കൺവേർട്ട് ചെയ്തു. കമ്പനിയുടെ അന്ന് ഓഹരി കൺവേർഷൻ നടക്കുമ്പോൾ ഏതാണ്ട് 99% ഓഹരിയും യങ് ഇന്ത്യൻസിൻ്റെ ആയി. അതിന് ആദ്യം മുതലേ ഉണ്ടായിരുന്ന പല ഷെയർ ഹോൾഡേഴ്സും ഇതൊന്നും അവരുടെ ഷെയർ എല്ലാം കൂടി, ഈ 5000 പേരുടെ ഷെയർ എല്ലാം കൂടെ 1% താഴെയായി എല്ലാവരുടെയും കൂടെ. അപ്പോൾ ആ യങ് ഇന്ത്യൻസിൻ്റെ കമ്പനിയിലേക്ക് 2000 കോടിയോളം രൂപ വരുന്ന വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം ഒരു ബാക്ക്ഡോർ എൻട്രി വഴി നേടിയെടുത്തു. ഇതാണ് അതിൻ്റെ കേസ്. ഇതിനകത്ത് ഒരുപാട് ഈ പറയുന്ന ബാക്ക്ഡോർ എൻട്രി, ബംഗാളിൽ രജിസ്റ്റർ ചെയ്ത പേപ്പർ കമ്പനിയിൽ നിന്നും പണം വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസും ഫർദറായിട്ടും ഉണ്ട്, ക്രമക്കേടുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാതലായ ഭാഗം. അതായത് എങ്ങനെയാണ് ഒരു പബ്ലിക് ആയിട്ട് തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ്റെ ഇന്ന് ഏതാണ്ട് 5000 കോടിയോളം രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ 2 ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ എങ്ങനെ എത്തി എന്നുള്ള ചരിത്രങ്ങളാണ് ഇതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.